സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ ചരിത്രത്തിൽ യുദ്ധങ്ങളുണ്ടായിട്ടുണ്ട്. 48, 62, 65, 71, 99 കാർഗിൽ ഉൾപ്പെടെ. പക്ഷേ അതിൽ പാകിസ്ഥാൻ എന്നുള്ള രാജ്യത്തെ രണ്ടായിട്ട് വിഭജിക്കുന്നൊരു യുദ്ധമായിരുന്നു. അതൊരു വലിയ യുദ്ധമായിരുന്നു 1971 യുദ്ധം. അപ്പോൾ അതിപ്പോഴും, അതായത് ഡിസംബർ 16 നമ്മൾ വിജയദിനമായി ആഘോഷിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു യുദ്ധത്തിൻ്റെയും അന്നത്തെ ബംഗ്ലാദേശിൻ്റെ അങ്ങനെ ഒരു രാജ്യം ഉണ്ടായതിൻ്റെയും ഒക്കെ പ്രാധാന്യം നമുക്ക് ഇന്ന് കൂടുതൽ മനസ്സിലാവുന്നുണ്ട്. കാര്യം ബംഗ്ലാദേശുമായിട്ടുള്ള ഇപ്പോഴത്തെ ഒരു സാഹചര്യമൊക്കെ വെച്ചിട്ട് അന്നത്തെ യുദ്ധം, അതിൻ്റെ ഒരു പ്രാധാന്യം ഇന്ത്യയുടെ ചരിത്രത്തെ സംബന്ധിച്ച്, അല്ലെങ്കിൽ സ്വാതന്ത്ര്യാനന്തര ചരിത്രത്തെ സംബന്ധിച്ച് എത്രത്തോളം പ്രാധാന്യമുള്ളതാണ് അന്നത്തെ ആ യുദ്ധം? ഗുഡ് മോർണിംഗ് വായിച്ചു. 1971 യുദ്ധം ദക്ഷിണേഷ്യയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ ഒരു സംഭവമായിരുന്നു. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒട്ടും പ്രതീക്ഷിക്കാതെ വന്നു ചേർന്ന ഒരു ഈവൻ്റായിരുന്നു ഈ 1971 യുദ്ധം. 1947 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം വാജിദ് ഇപ്പോൾ പറഞ്ഞ പോലെ 1948 നമ്മളും പാകിസ്ഥാനും തമ്മിൽ ഒരു സ്കർമിഷ് ഉണ്ടായി. അത് ഏറെക്കുറെ സ്റ്റേൽമേറ്റ് ആയിരുന്നു. അവർ നമ്മുടെ കുറേ സ്ഥലങ്ങൾ പിടിച്ചെടുത്തു. അതാണ് ഇന്ന് അവർ പറയുന്ന ആസാദ് കാശ്മീർ, നമ്മൾ പറയുന്ന പാക് ഓക്യുപ്പൈഡ് കാശ്മീർ. പിന്നീട് 1962 ഇൻഡോ ചൈന വാർ, അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ പരാജയമായിരുന്നു. ഒരിക്കലും നമ്മൾക്ക് സഹിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ഒരു പരാജയം. അത് കഴിഞ്ഞ് 1965 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധമുണ്ടായി. അതും ഏറെക്കുറെ ഒരു സ്റ്റെയിൽമേറ്റിലാണ് അവസാനിച്ചത്. പിന്നീടാണ് ഈ 1971 യുദ്ധം. 1971 ഈ യുദ്ധത്തിൽ നമ്മൾ പാകിസ്ഥാനെ 2 കഷ്ണമായിട്ട് മുറിച്ചു എന്ന് വേണം പറയാനായിട്ട്. അതാണ് ആക്ച്വലി സംഭവിച്ചത്. നമുക്കറിയാം, സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ഈസ്റ്റ് പാകിസ്ഥാനും വെസ്റ്റ് പാകിസ്ഥാനും അങ്ങനെ 2 ഭാഗങ്ങളായിട്ടാണ് അന്നത്തെ പാകിസ്ഥാൻ സ്ഥിതി ചെയ്തത്. 1971 യുദ്ധത്തിൽ ഇത് രണ്ടും നമ്മൾ 2 കഷ്ണങ്ങളാക്കി മാറ്റി. മാത്രമല്ല 93,000, അതായത് 93,000 പട്ടാളക്കാരെ നമ്മൾ പ്രിസണേഴ്സ് ഓഫ് വാർ ആയിട്ട് പിടിച്ചു. സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം ഇത്ര വലിയ ഒരു സറണ്ടർ ഒരിക്കലും ഉണ്ടായിട്ടില്ല. മറ്റൊരു പ്രധാനപ്പെട്ട സംഭവം എന്ന് വെച്ചാൽ, സാധാരണ ഏതെങ്കിലും ഒരു രാഷ്ട്രം മറ്റൊരു രാഷ്ട്രത്തെ ആക്രമിക്കുകയാണെങ്കിൽ ആ രാഷ്ട്രം ഈ പിടിച്ചെടുത്ത രാഷ്ട്രത്തിൻ്റെ ഒരു കോളനിയായിട്ട് മാറാറാണ് സ്ഥിതി. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈസ്റ്റ് പാകിസ്ഥാനെ ലിബറേറ്റ് ചെയ്തു. അത് കഴിഞ്ഞതിന് ശേഷം യാതൊരുവിധ ഉപാധികളും കൂടാതെ, യാതൊരുവിധ കണ്ടീഷൻസും കൂടാതെ നമ്മൾ അവിടെ നിന്ന് തിരിച്ചു പോരുകയാണ് ഉണ്ടായത്. അതിനുശേഷം നമ്മൾ യാതൊരു വിധത്തിലും ഈസ്റ്റ് പാകിസ്ഥാൻ്റെ, അതായത് പിന്നീടുണ്ടായ ബംഗ്ലാദേശിൻ്റെ ഒരു എഫ്ഐആറിലും നമ്മൾ ഇടപെടാൻ പോയിട്ടില്ല. ഓക്കെ. മാത്രമല്ല, നമ്മൾ യുദ്ധത്തിൽ എന്തൊക്കെ പിടിച്ചെടുത്തോ, അതായത് വെസ്റ്റേൺ സെക്ടറിൽ നമ്മൾ ഏകദേശം ഒരു 15,000 സ്ക്വയർ കിലോമീറ്റർ ഏരിയ പിടിച്ചെടുത്തിരുന്നു. അതെല്ലാം നമ്മൾ വിട്ടുകൊടുക്കുകയാണ് ഉണ്ടായത്. സോ നമ്മൾ എന്നും പറയുന്ന ഫ്രീഡം, ഡെമോക്രസി, സെക്കുലറിസം, ഈ മൂല്യങ്ങളെല്ലാം മുൻനിർത്തിക്കൊണ്ടാണ് നമ്മൾ 1971 യുദ്ധത്തിൽ പോയത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അതൊരു ധർമ്മയുദ്ധമായിരുന്നു. അതുതന്നെയാണ് നമ്മൾ വാസ്തവത്തിൽ ചെയ്തത്. 71 യുദ്ധസമയത്ത് സാറ് സർവീസിലുണ്ടായിരുന്നോ? എന്തായിരുന്നു, എങ്ങനെയാണ് അപ്പോഴത്തെ ഒരു സാഹചര്യം? സാറിൻ്റെ ഒരു അനുഭവം, ആ സമയത്തുള്ള അനുഭവം എങ്ങനെയായിരുന്നു? വൈജിത്, ഞാൻ 1968
ആർമിയിൽ ജോയിൻ ചെയ്തത്. അന്ന് എനിക്ക് 15.5 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. സോ ഞാൻ EME കോറിൽ ഒരു അപ്രൻറ്റീസായിട്ടാണ് ഞാൻ ജോയിൻ ചെയ്തത്. 3 വർഷത്തെ ട്രെയിനിങ്. 1971 ജൂൺ മാസത്തിൽ ട്രെയിനിങ് കഴിഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം അപ്പോൾ ഞങ്ങളുടെ ഒരു സ്പെഷ്യൽ എൻട്രി സ്കീമായിരുന്നു അപ്രൻറ്റീസ് എന്ന് പറയുന്നത് EMEയിൽ. ഈ 3 വർഷത്തെ ട്രെയിനിങ് കഴിഞ്ഞു. ഞങ്ങൾക്കൊരു ഡിപ്ലോമ ഒക്കെ കിട്ടി. അങ്ങനെ പട്ടാൻകോട്ട് ലൊക്കേറ്റ് ഉണ്ടായിരുന്ന ഒരു EME വർക്ക്ഷോപ്പിലേക്കായിരുന്നു എൻ്റെ പോസ്റ്റിംഗ്. ഞാൻ വർക്ക്ഷോപ്പിൽ എത്തുന്ന സമയത്ത് തന്നെ 1971 ഡിസംബർ മാസത്തിൽ നടന്ന യുദ്ധത്തിൻ്റെ ഏറെക്കുറെ തയ്യാറെടുപ്പുകൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. യുദ്ധം നടക്കുമ്പോൾ എനിക്ക് അന്ന് ഒരു 19 വയസ്സ് തികഞ്ഞിട്ടില്ല. പിന്നെ ഞാൻ EMEയിൽ ഞാനൊരു കൊച്ചുകുട്ടിയായിരുന്നു. അപ്പോൾ 3 കാര്യങ്ങൾ. ഒന്ന്, EME ഒരു ലോജിസ്റ്റിക് സപ്പോർട്ട് സർവീസാണ്. എഫക്റ്റീവ്ലി നമ്മൾ യുദ്ധത്തിൽ നേരിട്ടിട്ടുള്ള ഫൈറ്റിങ്ങിൽ നമ്മൾ പങ്കെടുക്കുന്നില്ല. പിന്നെ എൻ്റെ പ്രായം, ലാക്ക് ഓഫ് എക്സ്പീരിയൻസ്, ഇതെല്ലാം കൂടെ നോക്കുമ്പോൾ അവിടെ എന്താ നടക്കുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ട് യാതൊരു വിധത്തിലുള്ള ഒരു ഐഡിയയും ഉണ്ടായിരുന്നില്ല. എനിമിയുടെ എയർക്രാഫ്റ്റ് വരുന്നു. പട്ടാൻകോട്ട് അന്ന് ഒരു വലിയ ഒരു ലോജിസ്റ്റിക് ഹബ്ബായിരുന്നു. നമ്മുടെ ആക്ച്വലി സപ്ലൈ ചെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ അവിടെ നിന്നായിരുന്നു. അപ്പോൾ നമ്മുടെ അമ്യൂണിഷൻ ഡംപ് ഉണ്ട്, അവിടെ ട്രാൻസിറ്റ് ക്യാമ്പ് ഉണ്ട്, റെയിൽ ഹെഡ് ഉണ്ട്, പെട്രോളിയം, ഇതെല്ലാം അന്ന് പട്ടാൻകോട്ട് നിന്നാണ് പോകുന്നത്. അവിടെ ഇടയ്ക്കിടയ്ക്ക് പാകിസ്ഥാൻ്റെ എയർക്രാഫ്റ്റുകൾ വന്ന് ബോംബ് ചെയ്യും. വളരെ പ്രധാനപ്പെട്ട ഒരു ബ്രിഡ്ജ് ഉണ്ടായിരുന്നു, ഒരു ജക്കി ബ്രിഡ്ജ്. ഇതിൻ്റെ വേദിക്ക് എയർക്രാഫ്റ്റ് വരുമ്പോൾ സൈറൻ്റെ ശബ്ദം കേൾക്കാം. അപ്പോൾ നമ്മളെല്ലാവരും ബങ്കറിലേക്ക് പോകും. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സൈറൻ നിൽക്കും, നമ്മൾ പുറത്തോട്ട് വരും. പിന്നെ ഞങ്ങളുടെ അന്നത്തെ റിപ്പയർ വർക്ക്സ് മുഴുവനും രാത്രിയായിരുന്നു. വാസ്തവത്തിൽ നമുക്ക് യാതൊരു വിധത്തിലുള്ള ഇൻഫർമേഷൻ നമുക്കില്ലായിരുന്നു. അവിടെ എന്ത് നടക്കണോ, ബംഗ്ലാദേശിൽ എന്ത് നടക്കണമെന്ന് നമുക്ക് യാതൊരു ഐഡിയ ഇല്ല. സോ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്തോ ഒരു കാര്യങ്ങളിങ്ങനെ നടക്കണം, അത്ര മാത്രമേ ഉള്ളൂ. യുദ്ധം എക്സാക്ട്ലി എന്നാ തുടങ്ങിയതെന്ന് നമുക്കറിയാം. കാരണം 3-ാം തീയതി വൈകുന്നേരം ഒരു 5-5:30 മണിയോട് കൂടിയിട്ട് പട്ടാൻകോട്ട് അവിടുത്തെ ചക്കി ബ്രിഡ്ജിൻ്റെ മീതെ ഭയങ്കര എയർ അറ്റാക്ക് ഉണ്ടായി. പക്ഷേ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ രാത്രി നമ്മുടെ മെയിൻ്റനൻസ് വർക്ക് ചെയ്യണു, അല്ലാതെ യാതൊരു വിധത്തിലുള്ള ഒരു ഐഡിയ എനിക്കുണ്ടായിരുന്നില്ല യുദ്ധത്തെ പറ്റി. അങ്ങനെ അവിടെ ഒരു ഈ എയർക്രാഫ്റ്റ് വന്ന് നമുക്കപ്പോൾ തിരിച്ച് അതിനെ പ്രതിരോധിക്കുന്നതൊക്കെ ആ ഒരു നമ്മുടെ ഏരിയയിൽ നിന്നല്ല, പുറത്ത് നിന്നായിരുന്നു. അല്ല, നമുക്കിത് കാണാം. ആ, നമ്മളുടെ എയർ ഡിഫൻസ് ഗൺസ് ഉണ്ടല്ലോ, ഈ എയർ ഡിഫൻസ് ഗൺസ് ഫയർ ചെയ്യുന്ന ശബ്ദം നമുക്ക് കേൾക്കാം, ട്രേസേഴ്സ് പോകുന്നത് കാണാം. ഓ റൈറ്റ്. കൂടുതലും അറ്റാക്ക് അവരുടെ ഒന്നുമില്ല അതിരാവിലെ, അല്ലെങ്കിൽ പിന്നെ നല്ല രാത്രിയാവുന്നതിന് മുമ്പ്, സന്ധ്യാസമയം ഉണ്ടല്ലോ, ആ സമയത്തായിരുന്നു. അപ്പോൾ നമുക്കത് കാണാം.